ഇന്നിനിപ്പോൾ ഒരുപാട് സ്റ്റോക്സിന്റെ ഫണ്ടമെന്റൽസും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ മൈഫിന്റെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള കുറച്ച് ന്യൂസ് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇന്നും സാറിന്റെ പക്കൽ കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട്, അതിലേക്ക് തന്നെ കടക്കാം. ജാസ്മിൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ സെൻട്രൽ സ്കീംസ് ഉണ്ടല്ലോ, അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഓരോ സ്കീംസ് അല്ലെങ്കിൽ സെൻട്രൽ സ്കീംസിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഏതാണ്ട് നടന്നിട്ട് ഏപ്രിലിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഈ ഫിനാൻസ് കമ്മീഷനില്ലേ, ഈ ഫിനാൻസ് കമ്മീഷൻ ഒരു സൈക്കിൾ ഉണ്ട്, എവറി 5 years. അപ്പോൾ ആ ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പേ ഒരു റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീംസ് ആണ് നടത്തുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട്സിൻ്റെ യൂട്ടിലൈസേഷൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ പ്രോജക്റ്റ് വേണ്ട വിധത്തിലുള്ള ഉദ്ദേശങ്ങൾ കണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ എന്താ പറയുക, ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില സമയത്ത് ചില സ്റ്റേറ്റുകളും ഒരേപോലത്തെ ഒരു സ്കീം കൊണ്ടുവരും. അപ്പോൾ രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിഡൻഡൻ്റ് ആയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ ഉള്ള സ്കീംസ് തന്നെ കൂടുതൽ പൈസ കൊടുത്ത് അത് കുറച്ചുകൂടി ഒന്ന് പുഷ്ടിപ്പെടുത്തുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്തത് എന്നിങ്ങനെയൊക്കെയുള്ളൊരു റിവ്യൂ ആണ് ഈ മാസം നടക്കുന്നത്. അത് ഏപ്രിലോടുകൂടി നമുക്കറിയാം അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ജൽ ജീവൻ മിഷനൊക്കെ ഏതാണ്ട് 67,000 crores ആണ് അലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് 2025-2026 ബഡ്ജറ്റിൽ. അതുമാത്രമല്ല PM കിസാന് 63,000 crores, ഇങ്ങനെ പല, അതായത് MGNREGSന് ഏതാണ്ട് 86,000 കോടി, ഇങ്ങനെ പല സ്കീംസിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ അവിടെ നടക്കുന്നില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ വെള്ളി ശനി ഒരു വലിയ ന്യൂസ് വന്നു. അതായത് ഹീത്രൂ എയർപോർട്ട്, അതായത് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ട് 18 മണിക്കൂറിലേക്ക് സ്റ്റാൻഡ് സ്റ്റില്ലായി. 18 മണിക്കൂർ കഴിഞ്ഞാണ് അത് ലൈവായി എന്നുള്ളത്. അതായത് അതിൻ്റെ വിസിനിറ്റിയിലുള്ള അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിൽ തീ പിടിച്ചത് കാരണം അങ്ങോട്ടുള്ള പവർ ലൈൻസും ഈ എയർപോർട്ടിൻ്റെ ജനറേറ്ററും ഒക്കെ കേടായി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1000-ൽ പരം ഫ്ലൈറ്റ്സ് സ്റ്റക്കായി. 1000-ൽ പരം ഫ്ലൈറ്റ്സ് സ്റ്റക്കായി എന്ന് മാത്രമല്ല, അതിൻ്റെ വേറൊരു രസം എന്താണെന്ന് അറിയാം, ഇന്ത്യയിൽ നിന്ന് 37 ഫ്ലൈറ്റാണ് അത്. അതൊക്കെ കാര്യം ഹീത്രൂ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കണക്ടിവിറ്റി ഉള്ള സ്ഥലം. ഫ്രാങ്ക്ഫർട്ട്, ഹീത്രൂ എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഈ ദുബായ് നമ്മുടെ ഏഷ്യയിൽ പറയില്ലേ, അതേപോലെ ദുബായ്, സിംഗപ്പൂർ എന്നൊക്കെ പറയും പോലെ ഹീത്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് പല രാജ്യങ്ങളിലേക്കും പറക്കാനും കണക്ഷൻ ഫ്ലൈറ്റും ഒക്കെ വരുന്ന സ്ഥലമാണ്. അവിടുത്തെ കുറച്ച് ഫ്ലൈറ്റ്സ് അപ്പുറത്തുള്ള ഗാറ്റ്വിക് എയർപോർട്ട് അത് ഹാൻഡിൽ ചെയ്തെങ്കിൽ പോലും വളരെ ഒരു മാസീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പവർ ഫെയിലുവറാണ് അവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ അത് എയർപോർട്ടിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതായത് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ, വഴിയിലുള്ള ട്രാഫിക് സിഗ്നൽസ്, ഹോട്ടൽസൊക്കെ പലരും പറയുന്നത്, ഇപ്പോൾ നമ്മൾ BBC ഒക്കെ വാച്ച് ചെയ്താൽ പറയുന്നത് വെച്ചാൽ പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് വന്നതാണ്. ബ്ലാക്ക് ഔട്ട് വന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റും പറ്റില്ല. കാര്യം എല്ലാം ഇപ്പം ഓട്ടോമേറ്റഡാണ്, ഇലക്ട്രിക്കലി ഓട്ടോമേറ്റഡാണ്, ലിഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇത് പറയാൻ വരുന്നൊരു കാര്യം എന്തറിയോ, എന്തൂരമാണ് ഒരു എനർജി സെക്ടറിനുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ എനർജി റിലയബിലിറ്റി അല്ലെങ്കിൽ എനർജിയിലൊരു എന്താ പറയുക സെൽഫ് റിലയൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അടുത്ത സിസ്റ്റം വരണം എന്നുള്ളത്. അതായത് ഇപ്പോൾ കോൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഒരു ഹോട്ടൽസിനും ഒക്കെ ഒരു എമർജൻസി ബദൽ സംവിധാനം വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഈ പറയുന്ന പോലെ ഉണ്ടല്ലോ, ഇന്ത്യ ഏതാണ്ട് വേൾഡിലെ 3rd largest പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ഇലക്ട്രിസിറ്റി, വേൾഡ്സ് 3rd largest. നമുക്ക് ഇതേപോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് 2012 എനിക്ക് തോന്നുന്നു 30th 31st ജൂലൈയിലാണെന്ന് തോന്നുന്നു, ലോകം കണ്ടതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പവർ ഔട്ടേജ് നമുക്ക് വന്നതാണ്. നമുക്ക് എത്രയോ മണിക്കൂറത്തേക്ക് പോയി. അതായത് നോർത്തേൺ ഗ്രിഡും ഈസ്റ്റേൺ ഗ്രിഡും ആണ് അടിച്ചു പോയിട്ട് ഏതാണ്ട് നോർത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളിലുള്ള ഈസ്റ്റ് ഇന്ത്യയൊക്കെ കൂടി ഏതാണ്ട് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. അതിന് മുമ്പ് ഏതാണ്ട് 2001 സമാനമായിട്ടുള്ള ഒരു പവർ ഫെയിലിയർ വന്നു എന്നുള്ളത്. അപ്പോൾ പവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ എനർജി സെക്ടർ തന്നെ ഇപ്പോൾ ഈ പറയുന്നല്ലോ, നമ്മുടെ ഇവിടെ ഈ ട്രാൻസ്മിഷൻ ലൈൻ 11 kV ലൈനൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ പവർ ഗ്രിഡ് കോർപ്പറേഷന് പണ്ട് മുതലേ കിടക്കുന്ന ലൈൻസാണ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ റെയിൽവേ ട്രാക്സിനെ കുറിച്ച് പറയില്ലേ, റെയിൽവേ ട്രാക്സിൻ്റെ ഓവറോൾ എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൈ സ്പീഡ് ട്രെയിനിനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ട്രാക്കുകളൊക്കെ മാറ്റി പുതിയ ഹൈ സ്പീഡ് ട്രെയിൻ, ഇപ്പോൾ ഏതാണ്ട് ലോ സ്പീഡ് ട്രെയിനിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രാക്കുകളാണ്. അതൊക്കെ മാറ്റി റെയിൽ നല്ല രീതിയിലേക്ക് പുതിയ ബുള്ളറ്റ് ട്രെയിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ വന്ദേ ഭാരതിനും അതേപോലത്തെ സ്പീഡ് ട്രെയിൻസിനും വേണ്ടി മാറ്റുക എന്ന് പറയുന്ന അതേ ഒരു പ്രക്രിയ ഇന്ത്യയിലെ ഈ ട്രാൻസ്മിഷൻ ലൈൻസിന് നടക്കണം. ഇന്ത്യയിലെ ട്രാൻസ്മിഷൻ ലൈൻസ് ഇപ്പോൾ കിടക്കുന്ന നമ്മൾ വഴിയിൽ കാണുന്ന 11 kV ലൈൻസും ഒക്കെ ഈ പഴയ ടൈപ്പ് പവർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ ഒരുപാട് സിസ്റ്റംസ് ആണ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, സോളാർ എനർജിയിൽ നിന്ന് വരുന്നു, വിൻഡിൽ നിന്ന് വരുന്നു. അതുമല്ല ഇന്ത്യ തന്നെ ഈ കോൾ പ്രൊഡക്ഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് ട്രഡീഷണൽ ആയിട്ടുള്ള പവർ സിസ്റ്റംസ് നന്നായിട്ട് വരുമ്പോൾ ഇതിനനുസരിച്ച് ഇത് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെക്ടറിനെ വളരെ ക്ലോസ്ലി ഒരു ഇൻവെസ്റ്റർ വാച്ച് ചെയ്യേണ്ടതാണ്.